ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനാഘോഷത്തെ ചൊല്ലി കോൺഗ്രസ് ബി.ജെ.പി തർക്കം മുറുകുന്നു. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അന്താരാഷ്ട്ര പ്രതിനിധികളെ കേന്ദ്ര സർക്കാർ വിലക്കിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നെഹ്റുവിന്റെ ചരിത്രം ഇല്ലാതാക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ സെമിനാർ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സെമിനാറുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ സഹകരിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയം വഴി വിവിധ രാഷ്ട്രതലവന്മാരോട് ആവശ്യപ്പെട്ടതായി കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ ആരോപിക്കുന്നു. സെമിനാറിന് വേദി അനുവദിക്കുന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാർ പക്ഷപാതം കാണിച്ചുവെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നെഹ്റുവിന്റെ ചരിത്രത്തെ ഇല്ലാതാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നായിരുന്നു സെമിനാറിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. Today, what I find really disturbing is how we can condemn people because the ideas they treasure are not our own. അതേസമയം സെമിനാറിന്റെ ഭാഗമായി ബി.ജെ.പി ഇതര രാഷ്ട്രീയ കക്ഷികളെ ഒന്നിച്ചു നിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമവും അത്ര കണ്ട് വിജയിച്ചില്ല. സെമിനാറിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസും CPM അടക്കമുള്ള 12 രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ പങ്കെടുത്തെങ്കിലും ചർച്ചയുടെ ഭാഗമാകാൻ ഈ നേതാക്കളാരും തയ്യാറായില്ല. എന്നാൽ സെമിനാറിന് തടസ്സം സൃഷ്ടിച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ബി.ജെ.പി നേതാക്കൾ പ്രതികരിച്ചു. കോൺഗ്രസ് തങ്ങളുടെ കഴിവുകേട് ബി.ജെ.പിക്ക് മേൽ കെട്ടിവെക്കുകയാണെന്നും പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി. നെഹ്റു മുന്നോട്ട് വച്ച രാഷ്ട്രീയ ആദർശങ്ങളെ മുൻനിർത്തി നഷ്ടപ്പെട്ട പ്രസക്തി വീണ്ടെടുക്കുക എന്നതാണ് 2 ദിവസം നീണ്ടുനിന്ന സെമിനാറിലൂടെ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വെച്ചത്. ഇതിന്റെ തുടർച്ചയായ രാഷ്ട്രീയ നീക്കങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. ദില്ലിയിലെ വിജ്ഞാൻ ഭവനിൽ നിന്നും ക്യാമറമാൻ മണിയസ് അഡൂരിനൊപ്പം PG പ്രബോധ്, റിപ്പോർട്ടർ.